ഈ മാസം തുടങ്ങിയത് മുതൽ വിലയുടെ കാര്യത്തിൽ അനുദിനം സ്വന്തം റെക്കോർഡ് ഭേദിക്കുകയാണ് മഞ്ഞലോഹം. വെറും ഒരാഴ്ചയിൽ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് 5% വർധനയാണ്. മാർച്ച് 1 46,320 രൂപയായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വില. ഓരോ ദിവസവും വില കൂടി പവന് 48,000 രൂപ കടന്നു. ഈ മാസം തുടങ്ങി വെറും 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പവന് കൂടിയത് 1,880 രൂപയാണ്. മാർച്ച് 1 46,320 രൂപയായിരുന്ന സ്വർണ്ണവില ഓരോ ദിവസവും വർദ്ധിച്ച് മാർച്ച് 8 48,200 രൂപ. പവന് 48,200 രൂപയാണെങ്കിലും ഒരു പവന്റെ ആഭരണം വാങ്ങണമെങ്കിൽ 50,000 മുകളിൽ ചിലവാക്കണം. ഒരു പവന്റെ മാലയോ വളയോ വാങ്ങാൻ ജ്വല്ലറിയിൽ പോകുന്ന ഒരാൾ അന്നത്തെ വിപണി വിലയ്ക്കൊപ്പം പണിക്കൂലിയും GSTയും കൂടി കൊടുത്താലേ ആഭരണം കയ്യിൽ കിട്ടൂ. 10% പണിക്കൂലിയുള്ള ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ രൂപ 54,610 രൂപ എണ്ണിക്കൊടുക്കണം. ഒരു പവൻ സ്വർണം ആഭരണ രൂപത്തിൽ ലഭിക്കാൻ ഇന്ന് 48,200 രൂപ ചിലവാക്കണം. പണിക്കൂലി 10% കണക്കാക്കിയാൽ 4,820 രൂപ. 3% GST, അതായത് 1,590 രൂപ. അപ്പോൾ ആകെ വരുന്നത് 54,610 രൂപ. സ്വർണത്തിന് ഇങ്ങനെ വില കുതിച്ചുയരാൻ എന്തായിരിക്കാം കാരണങ്ങൾ? ഇങ്ങ് കൊച്ചു കേരളത്തിൽ പൊന്നിന് വില കൂടുന്നതിന് അങ്ങ് അമേരിക്കയിലെ പലിശ നിരക്കുമായി ബന്ധമുണ്ട്. ആഗോളതലത്തിൽ ഔൺസിന് $2,700 മുകളിലായി. അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിനും പൊന്നിന് വില കൂടുന്നത്. അതെങ്ങനെയെന്നല്ലേ? പലിശ കൂടിയാൽ നിക്ഷേപങ്ങൾക്കും ബോണ്ടുകൾക്കും മികച്ച റിട്ടേൺ ലഭിക്കും. അപ്പോൾ നിക്ഷേപകർ സ്വർണത്തെ ഉപേക്ഷിക്കും. ബാങ്ക് നിക്ഷേപങ്ങളും ബോണ്ടുകളും വാങ്ങിക്കൂട്ടും. ഇനി പലിശ കുറഞ്ഞാലോ? സ്വർണമാണ് സുരക്ഷിതമെന്ന് പറഞ്ഞ് ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങും. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന ഊഹാപോഹം പരന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പോലെ അമേരിക്കയിൽ അടിസ്ഥാന നിരക്കുകളും ധനനയവും ഒക്കെ നിശ്ചയിക്കുന്ന കേന്ദ്ര ബാങ്കാണ് ഫെഡറൽ റിസർവ്. ആ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ നിയമനിർമ്മാണ സഭയിൽ ഒരു പ്രസ്താവന നടത്തി. ഈ വർഷം തന്നെ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്ന സൂചന ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അമേരിക്കൻ ബോണ്ടുകളുടെ ആദായ നിരക്കും ഡോളർ സൂചികയും ഇടിഞ്ഞു. അവിടെ ആദായം കുറയുമെന്ന് തോന്നിയതോടെ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞു. കൂട്ടമായി അവർ സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞതോടെ സ്വർണ്ണവില കൂടാൻ തുടങ്ങി. സ്വർണമാണ് സുരക്ഷിതമെന്ന തോന്നൽ നിക്ഷേപകരിൽ ഉണ്ടാക്കാൻ പവലിന്റെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞെന്ന് ചുരുക്കം. ഈ വില വർധന കുറെ നാളുകൾ കൂടി തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കയും സ്വർണ്ണവിലയും തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ട്രംപിനും സ്വർണവുമായി ബന്ധമുണ്ട്. 2016 നവംബറിൽ ട്രംപ് വിജയിച്ച ദിവസം സ്വർണ്ണവില കുതിച്ചു കയറി. ഫലം വ്യക്തമായതോടെ സ്വർണം ഔൺസിന് $75 കൂടി. പിന്നീട് വില കുറഞ്ഞെങ്കിലും ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടതോടെ സ്വർണ്ണവില വീണ്ടും കൂടുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം വിദഗ്ധർ. അമേരിക്കയിൽ എന്ത് സംഭവിച്ചാലും സ്വർണ്ണവില കൂടുന്നത് നിക്ഷേപകരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കുമെങ്കിലും ഉപഭോക്താക്കൾക്ക് തിരിച്ചടി തന്നെയാണ്.